കൊച്ചി വാട്ടർ മെട്രോയുടെ പുതിയ 2 ടെർമിനലുകൾ ഉദ്ഘാടനം ചെയ്തു. കാൽപന്തിൽ മായാജാലം തീർക്കാൻ മെസ്സിയും സംഘവും നവംബറിൽ കൊച്ചിയിലെത്തും. നമസ്കാരം. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട 10 വാർത്തകളുമായി ജനകം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം. കൊച്ചി വാട്ടർ മെട്രോയുടെ പുതിയ 2 ടെർമിനലുകളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. കൊച്ചി വാട്ടർ മെട്രോ ലോകശ്രദ്ധ ആകർഷിച്ചെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. വിദേശ രാഷ്ട്രങ്ങൾ വാട്ടർ മെട്രോ നടപ്പിലാക്കാൻ കേരളത്തെ സമീപിച്ചു. പ്രാദേശിക വികസനത്തിൽ കൊച്ചി വാട്ടർ മെട്രോ വലിയ സംഭാവന നൽകുന്നു. നമ്മുടെ നാട്ടിൽ ഒരു കാലത്തും നടക്കില്ല, ഇങ്ങനെയായിപ്പോയി ഈ നാട് എന്ന് പൊതുജനങ്ങൾ കരുതിയ പല വികസന പദ്ധതികളും നടപ്പിലായെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പാലക്കാട് ശ്രീകൃഷ്ണപുരത്ത് യുവതിയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി ഭർത്താവ്. കാട്ടുകുളം സ്വദേശി ദീക്ഷിതിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. മലപ്പുറം പെരിന്തൽമണ്ണ ആനമങ്ങാട് ചോലക്കൽ വീട്ടിൽ ഉണ്ണികൃഷ്ണന്റെ മകളാണ് വൈഷ്ണവി. യുവതിയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. വ്യാഴാഴ്ച രാത്രിയാണ് വൈഷ്ണവിയെ ശാരീരിക അസ്വസ്ഥതകളുണ്ടെന്ന് പറഞ്ഞ് ആശുപത്രിയിൽ എത്തിച്ചത്. ആശുപത്രിയിൽ എത്തിയതിനു പിന്നാലെ വൈഷ്ണവി മരിക്കുകയായിരുന്നു. വൈഷ്ണവിക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടെന്ന സംശയത്തെ തുടർന്നാണ് കൊലപാതകമെന്ന് പോലീസ് വ്യക്തമാക്കി. ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചു. സ്കൂൾ അധ്യാപക നിയമനത്തിലെ ഭിന്നശേഷി അധ്യാപക സംവരണ പ്രശ്നം ചർച്ചയിലൂടെ പരിഹരിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ഇതിനായി ബന്ധപ്പെട്ടവരുടെ യോഗം 13-ന് വിളിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിലിനെ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചങ്ങനാശ്ശേരിയിൽ വിവിധ പരിപാടികൾക്കായി എത്തിയ മന്ത്രി സൗഹൃദ സന്ദർശനത്തിന്റെ ഭാഗമായാണ് ബിഷപ്പിനെ കണ്ടത്. കാൽപന്തിൽ മായാജാലം തീർക്കാൻ മെസ്സിയും സംഘവും നവംബറിൽ കൊച്ചിയിലെത്തും. കേരളത്തിൽ പന്ത് തട്ടാനെത്തുന്ന അർജന്റീനിയൻ ടീമിനെ പ്രഖ്യാപിച്ചു. ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സി തന്നെയാണ് ക്യാപ്റ്റൻ. ലോകം വാഴ്ത്തുന്ന അർജന്റീനയുടെ നിരവധി മുൻനിര താരങ്ങൾ സ്ക്വാഡിലുണ്ട്. ഖത്തറിൽ ലോകകപ്പ് ഉയർത്തിയ സ്ക്വാഡിലെ 2 പേർ മാത്രമാണ് സ്ക്വാഡിൽ ഇല്ലാത്തത്. ₹17,000 കോടി ബാങ്ക് തട്ടിപ്പ് കേസിൽ റിലയൻസ് പവർ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറും അനിൽ അംബാനിയുടെ അടുത്ത സഹായിയുമായ അശോക് കുമാർ പാൽ അറസ്റ്റിൽ. ED ആണ് അശോക് കുമാറിനെ അറസ്റ്റ് ചെയ്തത്. റിലയൻസ് പവറുമായി ബന്ധപ്പെട്ട ₹17,000 കോടി ബാങ്ക് വായ്പ തട്ടിപ്പിൽ പ്രധാന ഇടനിലക്കാരനായിരുന്നു അശോക് കുമാർ എന്ന് ED വ്യക്തമാക്കുന്നത്. ഇന്നാണ് അശോക് കുമാറിനെ ED അറസ്റ്റ് ചെയ്തത്. കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരമാണ് പാലിനെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. അഫ്ഗാൻ വിദേശകാര്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് ഇന്ത്യയിലെ വനിതാ മാധ്യമ പ്രവർത്തകർക്ക് വിലക്കേർപ്പെടുത്തിയ താലിബാൻ നടപടിയിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി ഡൽഹി യൂണിയൻ ഓഫ് ജേർണലിസ്റ്റ്. ഡൽഹിയിൽ അഫ്ഗാൻ എംബസിയിൽ ഒക്ടോബർ 10-നായിരുന്നു വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്താഖ് പത്രക്കാരെ കണ്ടത്. ഇതിൽ വനിതാ മാധ്യമ പ്രവർത്തകരെ വിലക്കുകയായിരുന്നു. പശ്ചിമ ബംഗാളിൽ 2ാം വർഷ MBBS വിദ്യാർത്ഥിനിയെ ബലാത്സംഗം ചെയ്തു. ദുർഗാപൂരിലെ IQ സിറ്റി മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥിയാണ് ബലാത്സംഗത്തിനിരയായത്. വെള്ളിയാഴ്ച രാത്രിയാണ് സംഭവം. സുഹൃത്തിനൊപ്പം പുറത്തുപോയി തിരിച്ചെത്തിയ വിദ്യാർത്ഥിനിയെ കോളേജിന്റെ ഗേറ്റിന് സമീപത്ത് വെച്ച് തടഞ്ഞു നിർത്തുകയും കോളേജിന് സമീപത്തെത്തിച്ച് ബലാത്സംഗം ചെയ്യുകയുമായിരുന്നു. പരിക്കേറ്റ വിദ്യാർത്ഥിനിയെ ദുർഗാപൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു. ഝാർഖണ്ഡിലെ വെസ്റ്റ് സിംഗ്ഭൂം ജില്ലയിലെ സാരന്ത വനത്തിൽ നടന്ന IED സ്ഫോടനങ്ങളിൽ പരിക്കേറ്റ CRPF ഹെഡ് കോൺസ്റ്റബിൾ മരിച്ചു. സ്ഫോടനത്തിൽ പരിക്കേറ്റ ഒരു ഇൻസ്പെക്ടറും അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടറും ചികിത്സയിലാണെന്ന് പോലീസ് പറഞ്ഞു. അസം സ്വദേശിയായ ഹെഡ് കോൺസ്റ്റബിൾ മഹേന്ദ്ര ലാസ്കറാണ് കൊല്ലപ്പെട്ടത്. റൂർക്കേലയിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ചക്രവാത ചുഴിയുടെ സ്വാധീന ഫലമായി സംസ്ഥാനത്ത് മഴ ശക്തമാകുന്നു. ബുധനാഴ്ച വരെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മഴയ്ക്കൊപ്പം ഇടിമിന്നലിനുള്ള സാധ്യത കൂടിയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. നാളെ പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിലും തിങ്കളാഴ്ച പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, വയനാട് ജില്ലകളിലും ചൊവ്വാഴ്ച പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിലും ബുധനാഴ്ച എറണാകുളം, ഇടുക്കി ജില്ലകളിലും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയാണ് കണക്കുകൂട്ടുന്നത്.
ചൈനയ്ക്ക് മേൽ വീണ്ടും അധിക തീരുവ ചുമത്തി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. നിലവിലുള്ള താരിഫിന് പുറമെ 100% അധിക തീരുവയാണ് ട്രംപ് ചുമത്തിയിരിക്കുന്നത്. ഇതോടെ ചൈനയിൽ നിന്നും US-ലെത്തുന്ന ഉൽപ്പന്നങ്ങൾക്ക് മൊത്തം തീരുവ 150%-മായി ഉയരും. നവംബർ 1 മുതലാണ് പുതിയ തീരുവ പ്രാബല്യത്തിൽ വരിക. ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ്, യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക.